നമസ്കാരം. ഞാൻ പ്രേമാനന്ദൻ. ഞാനൊരു യാത്രാപ്രേമിയാണ്. അതോടൊപ്പം തന്നെ ഒരു യാത്രികനാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഹോബി പുസ്തക വായനയാണ്. ഈ പുസ്തകങ്ങളിൽ കൂടുതലും യാത്രാ വിവരണങ്ങളാണ് ഞാൻ വായിക്കാറുള്ളത്. അപ്പോൾ ഓരോ യാത്രാ വിവരണങ്ങളും വായിക്കുമ്പോഴും എന്തുകൊണ്ട് ആ സ്ഥലത്ത് പൊയ്ക്കൂടാ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു യാത്രാപ്രേമിയായത്. എൻ്റെ അച്ഛൻ നല്ലൊരു വായനക്കാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു യാത്രാപ്രേമി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനും ഈ വഴിയെ സഞ്ചരിക്കുന്നു. ഓരോ യാത്രയിലും പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അവരുടെ സംസ്കാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഓരോ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പല സ്ഥലങ്ങളിലും ചരിത്രപരമായ കാഴ്ചകൾ തേടിപ്പിടിച്ച് തന്നെ ഞാൻ പോകാറുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. ഓരോ പ്രദേശത്തെയും അവരുടെ തനതായ ഭക്ഷണ വിഭവങ്ങൾ ഞാൻ രുചിച്ച് നോക്കാറുമുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് ഓരോ യാത്രയിലും പുതിയതായി ലഭിക്കുന്നത്. ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇനിയും യാത്രകൾ ചെയ്യണമെന്ന വലിയ ഒരു ആഗ്രഹം ഉണർന്നു വരും. അതുതന്നെയാണ് ഈ യാത്രകളുടെ പ്രത്യേകത. ഓരോ യാത്രയിലും ഞാൻ ചുറ്റുമുള്ള കാര്യങ്ങൾ വളരെ നന്നായി വീക്ഷിക്കാറുണ്ട്. അവിടുത്തെ പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല ആശയങ്ങൾ, ഇതൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാനത് കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ യാത്രയിലും എനിക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സന്തോഷം ജനിപ്പിക്കുന്ന അനുഭവങ്ങൾ, സങ്കടമുണ്ടാക്കുന്ന അനുഭവങ്ങൾ, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ആത്മീയപരമായ അനുഭവങ്ങൾ, അബദ്ധങ്ങൾ പറ്റുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ വായിച്ച് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പേരാണ് മൗണ്ട് എവറസ്റ്റ്. ഈ യാത്രാവിവരങ്ങളിലൊക്കെ ഒരുപാട് ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുമുണ്ട്. എന്നാൽ ടിബറ്റിലുള്ള ഈ മൗണ്ട് എവറസ്റ്റിൽ വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് പോയി അതിൻ്റെ ബേസ് ക്യാമ്പിൽ ചെന്ന് അത് നേരിട്ട് കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷം ജനിപ്പിച്ച ഒരു അനുഭവം തന്നെയാണ്. ഹിറ്റ്ലറുടെ കാലത്തുണ്ടായിരുന്ന ജർമ്മനിയിലെ ഡച്ചാവോ കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിച്ച എനിക്ക് അവിടെ കണ്ട കാഴ്ചകൾ വളരെ സങ്കടമാണ് ഉണ്ടാക്കിയത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇത്രയധികം ക്രൂരത കാണിക്കാൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് എൻ്റെ മനസ്സിൽ അത് ഉണർത്തിയത്. കൃഷ്ണൻ ജനിച്ച മധുര മുതൽ സ്വർഗാരോഹണം പൂകിയ ഗോലക്ധാം വരെ സഞ്ചരിച്ച് ദർശനം നടത്തണമെന്ന എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ 3000-ന് മുകളിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയുണ്ടായി. ഓരോ സ്ഥലത്തും എനിക്ക് ലഭിച്ച ആത്മീയപരമായ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ഈജിപ്തിലെ പിരമിഡുകൾ കാണുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സഫലീകരിച്ചു. എന്നാൽ ഈജിപ്തിൽ വെച്ച് പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഈജിപ്തിലെ ലക്സറിൽ വാലി ഓഫ് ക്യൂൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ വാലി ഓഫ് ക്യൂൻസിൽ ഈജിപ്റ്റ് ഭരിച്ച ഏറ്റവും മഹാനായ ഫറവോയായിരുന്നു റാംസസ് സെക്കൻഡ്. അദ്ദേഹത്തിൻ്റെ 200 ഭാര്യമാരിൽ ഏറ്റവും പ്രഥമ ഗണനീയമായിരുന്ന സ്ഥാനമുണ്ടായിരുന്ന നൈഫർതാരിയുടെ ഒരു ടോംബ് അവിടെയുണ്ട്. ആ അതിസുന്ദരമായ ടോംബിൻ്റെ അകത്ത് കയറി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മണി 5. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും സ്ഥാപനങ്ങളും ഓഫീസുകളും അടച്ച് അവർ സ്ഥലം വിട്ടു. ഞാനും ഗൈഡും എൻ്റെ കൂടെയുള്ള ആൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഭയാനകമായ ഒരു വിജനത, അത് എന്നെ വല്ലാതെ പേടിപ്പെടുത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലോക്കൽ ഗൈഡിൻ്റെ മുഖത്ത് കണ്ട ഭയം എന്നിൽ തോന്നിപ്പിച്ചത് ഇവിടുത്തെ ടോംബുകളിലുള്ള രാജ്ഞിമാരുടെ പ്രേതങ്ങൾ 5 മണിക്ക് ശേഷം ഇവിടെ നടന്ന് വിഹരിക്കുന്നുണ്ടോ എന്നതാണ്. ഞാനൊരു ചായപ്രേമിയാണ്. ഒരു ചായ കുടിച്ചപ്പോൾ എൻ്റെ പോക്കറ്റ് കാലിയായ ഒരു അനുഭവം എനിക്കുണ്ടായി. ആംസ്റ്റർഡാമിനടുത്തുള്ള സാൻസ് വിൻഡ് മില്ല് ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു വന്നപ്പോൾ നല്ല കാറ്റും തണുപ്പും മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് കണ്ട കോഫി ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ചു. ചായ കുടിച്ചിറങ്ങിയ ഞാൻ കണ്ടത് ഞങ്ങളുടെ ബസ് വിട്ടുപോയതാണ്. അപ്പോൾ 5 രൂപയുടെ ചായ കുടിച്ചപ്പോൾ ആ ബസ് പിടിക്കാൻ 5000 രൂപ മുടക്കേണ്ട ഒരു അനുഭവം, ഒരു അബദ്ധം എനിക്കുണ്ടായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളും
എൻ്റെ ഈ യാത്രയിലുടനീളം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ യാത്രകൾ കഴിഞ്ഞ് വരുന്ന ഞാൻ എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരുമായിട്ട് എൻ്റെ ഈ യാത്രകളെക്കുറിച്ചുള്ള അറിവുകളും മറ്റു വിവരങ്ങളുമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവരെല്ലാം എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ ഈ പോകുന്ന യാത്രകളെല്ലാം വീഡിയോയിലാക്കി ഞങ്ങൾക്ക് കൂടെ കാണാനുള്ള ഒരവസരം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് KN പ്രേമാനന്ദൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലും KNP ട്രാവൽ ഗ്രാം എന്ന ഇൻസ്റ്റാഗ്രാമിലും ഈ എൻ്റെ യാത്രാ വിവരണങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. എൻ്റെ നാടിൻ്റെ ഭംഗിയും ഞാൻ കാണുന്ന നാട്ടുമ്പുറത്തിൻ്റെ ഭംഗിയും KNP ഡയറീസ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഞാൻ ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്. ഞാനിടുന്ന യാത്രാ വിവരണങ്ങൾ ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KNP യാത്ര എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ഈ യാത്രാ വിവരണങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ഞാനൊരു വലിയ ബ്ലോഗറല്ല, ഞാനൊരു യാത്രാപ്രേമി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടാകാം. പക്ഷേ ഞാൻ ഓരോ സ്ഥലത്തും കാണുന്ന കാഴ്ചകൾ, അവിടുത്തെ അനുഭവങ്ങൾ, ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എൻ്റെ യാത്രാ വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ KNP യാത്ര എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.